ഹലോ ഫ്രണ്ട്സ്, ദ സ്റ്റഡി റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MA ഹിസ്റ്ററി തേർഡ് സെമ്മിലെ ഡിസ്കോഴ്സസ് ഓൺ നാഷണലിസം എന്ന സബ്ജക്റ്റിലെ ഡിസ്കോഴ്സ് ആൻഡ് ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആർഗ്യുമെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒപ്പീനിയൻ ആവാം. എന്തായാലും ഡിസ്കോഴ്സ് എന്നത് ഒരു വാക്യത്തിൽ ഒതുങ്ങുന്ന ഭാഷയല്ല, മറിച്ച് സമൂഹത്തിലും ചരിത്രത്തിലും സംസ്കാരത്തിലും രാഷ്ട്രീയത്തിലും ഉപയോഗിക്കപ്പെടുന്ന ഭാഷയുടെയും ആശയങ്ങളുടെയും സമഗ്രമായ ഒരു പ്രയോഗമാണ്. ഭാഷ എങ്ങനെ അർത്ഥം സൃഷ്ടിക്കുന്നു, ആളുകളുടെ ചിന്തകളെ എങ്ങനെ സ്വാധീനിക്കുന്നു, സാമൂഹിക യാഥാർത്ഥ്യത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നിവയാണ് ഡിസ്കോഴ്സിൻ്റെ പഠന വിഷയം. ലളിതമായി പറഞ്ഞാൽ, ഒരു പ്രത്യേക സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, ചരിത്രപരമായ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയെയും ആശയവിനിമയത്തെയുമാണ് നമ്മൾ ഡിസ്കോഴ്സസ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ ചില പണ്ഡിതന്മാരുടെ നിർവചനങ്ങൾ അല്ലെങ്കിൽ ഡെഫിനിഷൻസ് നോക്കുകയാണെങ്കിൽ, സീലിംഗ് ഹാരിസ് പറയുന്നതനുസരിച്ച് വാക്യത്തിനപ്പുറമുള്ള ഭാഷയുടെ പഠനമാണ് ഡിസ്കോഴ്സ്. അതുപോലെ തന്നെ മിഷേൽ ഫൂക്കോ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അഭിപ്രായത്തിൽ സമൂഹത്തിൽ അറിവും അധികാരവും രൂപപ്പെടുത്തുന്ന ആശയങ്ങളുടെയും ഭാഷാ പ്രയോഗങ്ങളുടെയും സമുച്ചയമാണ് ഡിസ്കോഴ്സ്. ഡിസ്കോഴ്സസ് എന്നത് ഒരു സാമൂഹിക പ്രവർത്തനമാണ്. അത് സമൂഹത്തെ പ്രതിഫലിപ്പിക്കുകയും അതിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഡിസ്കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, വാക്യത്തിനപ്പുറമുള്ള ഭാഷയെ പഠിക്കുന്നു, സാമൂഹികവും ചരിത്രപരമായിട്ടുള്ള സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു ഈ ഒരു ഡിസ്കോഴ്സ്. അതുപോലെ ആശയവിനിമയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, അർത്ഥനിർമ്മാണത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. സമൂഹത്തിലെ അധികാരം, സംസ്കാരം, രാഷ്ട്രീയം, മതം, ലിംഗം തുടങ്ങിയവയെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുള്ളതാണ് ഈ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ഡിസ്കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട തരങ്ങൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടൈപ്സ് നോക്കുകയാണെങ്കിൽ, നരേറ്റീവ് ഡിസ്കോഴ്സസ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഡിസ്കോഴ്സസ് ഉണ്ട്, എക്സ്പോസിറ്ററി ഡിസ്കോഴ്സസ് ഉണ്ട്, ആർഗ്യുമെൻറ്റേറ്റീവ് ഡിസ്കോഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൽ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ ഈ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ, ഈ ഡിസ്കോഴ്സ് അനാലിസിസ് എന്നത് ഭാഷയുടെ ഉപയോഗം, അതുപോലെ തന്നെ അതിൻ്റെ സാമൂഹിക പശ്ചാത്തലം, അതിലൂടെ രൂപപ്പെടുന്ന അർത്ഥങ്ങൾ, അധികാരബന്ധങ്ങൾ, ആശയധാരകൾ എന്നിവയെ വിമർശനാത്മകമായിട്ട് പഠിക്കുന്ന ഒരു ഗവേഷണ രീതിയാണ് ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പം ഇത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനേക്കാൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്, ആരാണ് പറഞ്ഞത്, ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്, അതിലൂടെ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് ഈ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഭാഷയിലെ മറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ കണ്ടെത്തുക, സമൂഹത്തിലെ അധികാരബന്ധങ്ങൾ മനസ്സിലാക്കുക, ആശയധാരകൾ അഥവാ ഐഡിയോളജീസ് വിശകലനം ചെയ്യുക, സാമൂഹിക തിരിച്ചറിവുകൾ പഠിക്കുക, ആശയവിനിമയത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കുക, ചരിത്രരേഖകളും മാധ്യമങ്ങളും വിമർശനാത്മകമായിട്ട് പഠിക്കുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഡിസ്കോഴ്സസ് അനാലിസിസിൻ്റെ പ്രധാന സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ, കോണ്ടെക്സ്റ്റ് അതായത് സന്ദർഭം, ഭാഷ ഉപയോഗിക്കപ്പെട്ട സാമൂഹിക, രാഷ്ട്രീയ, ചരിത്രപരമായ സാഹചര്യത്തെയാണ് ഇത് പഠിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് കൊഹഷൻ അഥവാ ഭാഷാപരമായിട്ടുള്ള ബന്ധം, വാക്യങ്ങൾ തമ്മിലുള്ള വ്യാകരണപരമായിട്ടുള്ള ബന്ധമാണ് ഇത് പരിശോധിക്കുന്നത്. അടുത്തതാണ് കൊഹറൻസ് എന്ന് വെച്ചാൽ ആശയപരമായ യോജിപ്പ്, അതായത് ആശയങ്ങൾ തമ്മിലുള്ള യുക്തിപരമായിട്ടുള്ള ബന്ധം വിലയിരുത്തുന്നു. അതുപോലെ തന്നെയാണ് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ആശയധാര, ഭാഷയിൽ ഒളിഞ്ഞിരിക്കുന്ന വിശ്വാസങ്ങളും മൂല്യങ്ങളും കണ്ടെത്തുന്നു. അടുത്തത് പവറാണ് അഥവാ അധികാരം, ഭാഷയിലൂടെ അധികാരം എങ്ങനെ പ്രകടമാകുന്നു എന്ന് പരിശോധിക്കുന്നു. അടുത്തതാണ് ഐഡൻറ്റിറ്റി അഥവാ തിരിച്ചറിവ്, ഭാഷ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും തിരിച്ചറിവ് എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് പഠിക്കുന്നു. ഡിസ്കോഴ്സ് അനാലിസിസിൻ്റെ വിവിധ സമീപനങ്ങൾ നോക്കുകയാണെങ്കിൽ, അഥവാ അപ്രോച്ചസ് നോക്കുകയാണെങ്കിൽ, സ്ട്രക്ചറൽ ഡിസ്കോഴ്സസ് അനാലിസിസ് ഉണ്ട്, ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് ഉണ്ട്, കോൺവെർസേഷൻ അനാലിസിസ് ഉണ്ട്, അതുപോലെ തന്നെ ഫൂക്കോൾഡിയൻ ഡിസ്കോഴ്സ് അനാലിസിസ് ഉണ്ട്.
ഫൂക്കോൾഡ് അതായത് മിഷേൽ ഫൂക്കോ അവതരിപ്പിച്ച ഒരു സമീപനമാണ് ഈ ഫൂക്കോൾഡിയൻ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ അറിവ്, അധികാരം, സ്ഥാപനങ്ങൾ, സാമൂഹിക നിയന്ത്രണം ഇതൊക്കെയാണ് ഡിസ്കോഴ്സ് അനാലിസിസിന്റെ പ്രത്യേകത. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് നോക്കാം. പഠന ലക്ഷ്യം അറിയുക, വിവരം ശേഖരിച്ച് ഡാറ്റ വിശകലനം ചെയ്ത് വ്യാഖ്യാനിക്കുക. ഇതെല്ലാം എന്ത് ചെയ്യണം, ഈ ടാർഗറ്റ് ഓറിയൻറ്റേഷനിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അടുത്തതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡാറ്റ, അതായത് ഒരു ഡാറ്റയുടെ പ്രാധാന്യം. വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ ഡാറ്റയുടെ ഉറവിടങ്ങളിൽ നിന്ന് വന്നവയുടെ മൂല്യം വിലയിരുത്തണം. അടുത്തതാണ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ, അതായത് ഡാറ്റയുടെ വ്യാഖ്യാനം. ഗവേഷണം പുരോഗമിക്കുന്ന സമയത്ത് നമുക്ക് ഡാറ്റ മനസ്സിലാക്കാനും അത് വ്യാഖ്യാനിക്കാനും ശ്രമിക്കണം. അടുത്തതാണ് അനാലിസിസ് ആൻഡ് ഫൈൻഡിങ്സ്, അതായത് കണ്ടെത്തലുകളുടെ വിശകലനം. നമ്മൾ കണ്ടെത്തിയ ഡാറ്റകൾ എന്ത് ചെയ്യണം, വിശകലനം ചെയ്ത് സംഗ്രഹിക്കണം. ഇതിനെയാണ് നമ്മൾ അനാലിസിസ് ആൻഡ് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഡിസ്കോഴ്സ് അനാലിസിസിലെ പ്രധാനപ്പെട്ട സൈദ്ധാന്തിക സമീപനങ്ങളുണ്ട്, അതായത് തിയറീസ് ഓഫ് ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയും. അപ്പം ഡിസ്കോഴ്സ് അനാലിസിസ് ഒരൊറ്റ സിദ്ധാന്തത്തിൽ മാത്രം അധിഷ്ഠിതമല്ല, മറിച്ച് ഭാഷ, അറിവ്, അധികാരം, സമൂഹം എന്നിവയെ വ്യത്യസ്ത രീതിയിൽ വിശദീകരിക്കുന്ന നിരവധി സൈദ്ധാന്തിക സമീപനങ്ങൾ ഇതിനുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനങ്ങൾ 4 എണ്ണമാണ്. അവ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മോഡേണിസം, സ്ട്രക്ചറലിസം, പോസ്റ്റ് മോഡേണിസം, ഫെമിനിസം എന്നിവയാണ്. അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. മോഡേണിസം എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടിലെ എൻലൈറ്റൻമെൻറ്റ് ചിന്തകളിൽ നിന്ന് വളർന്നു വന്ന ഒരു ഭൗതിക പ്രസ്ഥാനമാണ് മോഡേണിസം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ യുക്തി അഥവാ റീസൺ, ശാസ്ത്രം സയൻസ്, പുരോഗതി പ്രോഗ്രസ്, വസ്തുനിഷ്ഠ സത്യം ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്നിവയിൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു സമീപനമാണിത്. ഇതിൻ്റെ പ്രധാന ആശയം നോക്കുകയാണെങ്കിൽ മനുഷ്യർ യുക്തിയും ശാസ്ത്രീയ അന്വേഷണവും ഉപയോഗിച്ച് ലോകത്തെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഭാഷയുടെ പ്രധാന ദൗത്യം യാഥാർത്ഥ്യത്തെ കൃത്യമായി അവതരിപ്പിക്കലാണ്. ഡിസ്കോഴ്സ് അനാലിസിസിലെ സമീപനം ഭാഷാ യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. സത്യം കണ്ടെത്താൻ ഭാഷയെ വിശകലനം ചെയ്യാം. അതുപോലെ തന്നെ രേഖകളെ വിശ്വസനീയമായ ചരിത്ര സ്രോതസ്സുകളായി കാണുന്നു. ഗവേഷകൻ നിഷ്പക്ഷനാകണം. ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ യുക്തിക്ക് പ്രാധാന്യം നൽകുന്ന ഒന്നാണിത്. അതുപോലെ തന്നെ ശാസ്ത്രീയമായ രീതിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. വസ്തുനിഷ്ഠതയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. സർവ്വസാധാരണ സത്യത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. അതുപോലെ പുരോഗതിയിലേക്കുള്ള വിശ്വാസം. ഇനി ഇതിൻ്റെ വിമർശനങ്ങൾ എന്താ നോക്കുമ്പോൾ എല്ലാ സത്യങ്ങളും ഒരുപോലെയല്ല. ഭാഷ എപ്പോഴും നിഷ്പക്ഷമല്ല. അധികാരവും ആശയധാരയും ഭാഷയെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് സമൂഹത്തിലും ഭാഷയിലും ഒളിഞ്ഞിരിക്കുന്ന ഘടനകളെ കണ്ടെത്തി അവയുടെ അടിസ്ഥാനത്തിൽ അർത്ഥം മനസ്സിലാക്കുന്ന സമീപനമാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ഇത് എന്താണ്, ഭാഷ എന്ന് പറയുന്നത് ഒരു ചിഹ്നങ്ങളുടെ സംവിധാനമാണ്. ഓരോ ചിഹ്നത്തിനും 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സൂചകം അഥവാ സിഗ്നിഫയർ, മറ്റത് സിഗ്നിഫൈഡ് അഥവാ സൂചിതം. അപ്പം സൂചകം എന്ന് പറയുന്നത് ശബ്ദമോ വാക്കോ ആയിരിക്കും. സൂചിതം എന്ന് പറയുന്നത് ആ വാക്ക് സൂചിപ്പിക്കുന്ന ആശയത്തെയാണ് നമ്മൾ സിഗ്നിഫൈഡ് അല്ലെങ്കിൽ സൂചിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മരം എന്ന വാക്ക് എന്താണ്, സിഗ്നിഫയർ ആണ്. മരത്തിൻ്റെ ആശയം എന്താണ്, സിഗ്നിഫൈഡ് ആണ്. ഓക്കെ, ഇനി ഡിസ്കോഴ്സ് അനാലിസിസിലെ ഈ ഒരു സ്ട്രക്ചറലിസത്തിൻ്റെ സമീപനം എന്താ നോക്കുകയാണെങ്കിൽ ഭാഷയിലെ ഘടനകൾ പഠിക്കുന്നു. അതുപോലെ വാക്കുകൾ തമ്മിലുള്ള ബന്ധം പരിശോധിക്കുന്നു. ഭാഷയുടെ നിയമങ്ങൾ അർത്ഥം നിർണ്ണയിക്കുന്നു. വ്യക്തിയേക്കാൾ ഭാഷയുടെ ഘടനയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഭാഷ ഒരു സംവിധാനമാണ്. അർത്ഥം ബന്ധങ്ങളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. നിയമങ്ങളും ഘടനകളും പ്രധാനമാണ്. ഇതിൻ്റെ വിമർശനം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വ്യക്തിയുടെ അനുഭവങ്ങൾക്ക് പ്രാധാന്യം കുറവാണ് ഈ സ്ട്രക്ചറലിസത്തിന്. അതുപോലെ തന്നെ ചരിത്രപരമായ മാറ്റങ്ങളെ വേണ്ടത്ര വിശദീകരിക്കുന്നില്ല എന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അടുത്തതാണ് പോസ്റ്റ് മോഡേണിസം.
പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് മോഡേണിസത്തിൻ്റെ യുക്തിയെയും ഏകസത്യത്തെയും ചോദ്യം ചെയ്യുന്ന ഒരു സമീപനമാണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന പണ്ഡിതർ ആരൊക്കെയാണെന്ന് വെച്ചാൽ മിഷേൽ ഫൂക്കോ, ജാക്കോസ് ദെറീദ ഇവരൊക്കെയാണ്. അപ്പം ഒരൊറ്റ സത്യം ഇല്ല ഈ ഒരു ഇതിൽ, അതായത് പോസ്റ്റ് മോഡേണിസത്തിൽ ഒരൊറ്റ സത്യമില്ല. സത്യങ്ങൾ സമൂഹം നിർമ്മിക്കുന്നതാണ്. ഭാഷ യാഥാർത്ഥ്യത്തെ വെറും പ്രതിഫലിപ്പിക്കുന്നില്ല, അത് യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ അറിവും അധികാരവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ പോസ്റ്റ് മോഡേണിസത്തിന് ഡിസ്കോഴ്സ് അനാലിസിസിലെ സമീപനം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഭാഷയിൽ മറഞ്ഞിരിക്കുന്ന അധികാര ബന്ധങ്ങളാണ് അന്വേഷിക്കുന്നത്. ചരിത്രം ഒരേ ഒരു കഥയല്ല, പല ശബ്ദങ്ങളും കാഴ്ചപ്പാടുകളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സമൂഹത്തിലെ പ്രബല ആശയധാരകളെ വിമർശനാത്മകമായിട്ട് അത് പരിശോധിക്കുന്നുണ്ട്. സവിശേഷതകൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിരവധി സത്യങ്ങൾ, അധികാരത്തിൻ്റെ വിശകലനം, അതുപോലെ തന്നെ ബഹുവീക്ഷണം ആണ്. പിന്നെ വ്യാഖ്യാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന വിമർശനങ്ങൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വസ്തുനിഷ്ഠ സത്യത്തെ കുറച്ച് കാണുകയാണ് ചെയ്യുന്നത്. അതുപോലെ റിലേറ്റീവിസം അഥവാ അമിത ആപേക്ഷികത ഉണ്ടാക്കുന്നു എന്ന ഒരു വിമർശനവും ഇതിന് നേരിടുന്നുണ്ട്. അതായത് പോസ്റ്റ് മോഡേണിസത്തിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ട്. അടുത്തതാണ് ഫെമിനിസം. ഫെമിനിസം എന്ന് പറയുന്നത് സമൂഹത്തിൽ സ്ത്രീകൾ എങ്ങനെ പ്രതിനിധീകരിക്കപ്പെടുന്നു, ലിംഗ അസമത്വം എങ്ങനെ ഭാഷയിലും രേഖകളിലും പ്രകടമാകുന്നു എന്നിവ പഠിക്കുന്ന സമീപനമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ഭാഷ ലിംഗ സമത്വത്തെ സ്വാധീനിക്കുന്നു. ചരിത്രത്തിൽ സ്ത്രീകളുടെ ശബ്ദം പലപ്പോഴും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അധികാരബന്ധങ്ങൾ പുരുഷാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. സ്ത്രീകളുടെ അനുഭവങ്ങൾ ചരിത്രരചനയിൽ ഉൾപ്പെടുത്തണം എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിലുള്ളത്. പിന്നെ സ്ത്രീകളെ എങ്ങനെ ചിത്രീകരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഇത് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങൾ, പാഠപുസ്തകങ്ങൾ, ചരിത്രരേഖകൾ എന്നിവയിലെ ലിംഗപക്ഷപാതം കണ്ടെത്തുന്നുണ്ട്. സ്ത്രീകളുടെ അനുഭവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ലിംഗസമത്വം അത് ഉറപ്പാക്കുക. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശബ്ദം അത് പാഠപുസ്തകങ്ങളിലൊക്കെ നൽകുക. പിന്നെ അതുപോലെ തന്നെ പിതൃസത്തയുടെ വിമർശനം, അതായത് ഈ പുരുഷാധിപത്യം ഉണ്ടല്ലോ അവർക്കെതിരെയുള്ള വിമർശനം. പിന്നെ അടുത്തതാണ് വിമർശനങ്ങൾ. ചില ഫെമിനിസ്റ്റ് സമീപനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടെ അനുഭവത്തെ മാത്രം കേന്ദ്രീകരിക്കുന്നു എന്നുള്ള ഒരു വിമർശനവും ഇതിന് നേരിടുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. അതായത് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ഭാഷയുടെ ഘടന, അർത്ഥം, ഘടനയിലും ചിഹ്നങ്ങളുടെ ബന്ധത്തിലുമാണ്. മോഡേണിസം എന്ന് പറയുന്നത് യുക്തി, ശാസ്ത്രം, വസ്തുനിഷ്ഠ സത്യം, ഭാഷാ യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ്. അതുപോലെ തന്നെ പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് അധികാരം, ബഹുസത്വങ്ങൾ, ഭാഷ യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. ഫെമിനിസം പറയുന്നത് ലിംഗസമത്വം, സ്ത്രീകളുടെ ശബ്ദം, ഭാഷയിൽ ലിംഗ അസമത്വവും അധികാരബന്ധവും പ്രകടമാക്കുന്നു എന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിസ്കോഴ്സ് എന്നത് ഭാഷയുടെ ഉപയോഗം മാത്രമല്ല, സമൂഹത്തിൽ അർത്ഥവും അറിവും അധികാരവും എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്നതിനെ വിശദീകരിക്കുന്ന ആശയമാണ്. ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത് ഭാഷ, ചരിത്രം, സംസ്കാരം, രാഷ്ട്രീയം, അധികാരം എന്നിവ തമ്മിലുള്ള ബന്ധം വിമർശനാത്മകമായിട്ട് പഠിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഗവേഷണ രീതിയാണ്.